World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Highland Heritage. ചേട്ടാ ചൂട് എങ്ങനെ ഉണ്ട് ചേട്ടാ? ഇത് ചൂട് ഭയങ്കര ചൂടല്ലയോ, സഹിക്കാൻ പറ്റത്തില്ല. 12 മണിയൊക്കെ ഇവിടെ ഇരിക്കത്തുള്ളൂ, അത് കഴിഞ്ഞാൽ പോവും. ഇപ്പോൾ മുകളിൽ ഷീറ്റാണല്ലോ. ഷീറ്റ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അല്ല, ഒരു 11:30 കഴിയുമ്പോൾ ഇവിടുത്തെ വെയിലും കൊണ്ട് അടിക്കാൻ തുടങ്ങും. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരച്ചീനി കച്ചവടം എങ്ങനെ ഉണ്ട്? കച്ചവടം വളരെ മോശം. വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാം കൊണ്ടുവന്ന് കഴിക്കാനും വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വരുന്നവരൊക്കെ എന്ത് പറയുന്നു? ചൂടിനെ പറ്റി എന്ത് പറയുന്നു? ചൂടിനെ പറ്റി എന്ന് പറഞ്ഞാൽ അവരെന്താ പറയുക, അധിക സമയം അവർ നിൽക്കുന്നില്ലല്ലോ. അവർ വന്ന് വാങ്ങാൻ പോവുക, അതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മഴയുണ്ടായിരുന്നല്ലോ വൈകിട്ട്. ഏകദേശം 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. 2 ദിവസം അത്യാവശ്യം നല്ല മഴ കിട്ടി. പക്ഷെ എന്നാലും ചൂടിന് കുറവൊന്നുമില്ല, നല്ല ചൂട് തന്നെ. നമ്മൾ മറ്റ് വർക്കുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്, വെയിലായതുകൊണ്ടാണ്. വേറെന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നേ? വേറെ നമ്മൾ കൃഷിയാണ് മെയിൻ പരിപാടി. കൃഷിയിടത്തിൽ നിൽക്കാൻ പറ്റില്ല ഇത്രയും ചൂടിൽ. അവസ്ഥയാണ്. ഇപ്പം കൃഷി ചെയ്തതോളം നശിച്ചു പോയതാണ്, ഉണങ്ങിപ്പോയതാണ്. കിഴങ്ങും ചേനയൊക്കെ നട്ടതൊന്നും വലിയ ഗുണമായില്ല. ഇത് സ്വന്തം കൃഷിയിടത്തിലെ മരച്ചീനിയാണോ? ഇത് വാങ്ങുന്നതാണ്, മൊത്തത്തിൽ വാങ്ങിച്ചിട്ട് നമ്മൾ കുറേശ്ശെ പിഴുത് വയ്ക്കുന്നത്. ഇത് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഭയങ്കര ചൂടാകും അല്ലേ? ഭയങ്കര ചൂടാവും. ഇന്നലെ 11:30 വരെ ഇവിടെ ഇരുന്നിട്ട് ഈ വണ്ടി തന്നെ ഇത്രയും ഷീറ്റിൻ്റെ അടിയിൽ ഇരുന്നിട്ട് പോലും ഷീറ്റിൽ കയറി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. റോഡ് സൈഡും കൂടെ ആയിട്ട് ടാറിൻ്റെ ചൂടും കൂടെ ഉണ്ട്. കാരണം പിന്നെ ചെറിയ കാറ്റ് കിട്ടും, പഴമൊക്കത്തായതുകൊണ്ട് ചെറിയൊരു കാറ്റുണ്ട്, അതേ ഉള്ളൂ. എന്നാലും ചൂടിന് എന്താ പറയുക, പറയാൻ പറ്റാത്ത ചൂടാണ്. ചൂട് എങ്ങനെ ഉണ്ട് ചേട്ടാ? ചൂട് ഭയങ്കര ചൂടാ. അയ്യോ, എന്തോ ചൂടാണെന്നറിയോ, ഭയങ്കര ചൂട്. ഇറങ്ങി നടക്കാനേ ഒക്കത്തില്ല. സൈക്കിൾ ഓട്ടുമ്പോഴും പ്രശ്നമാണ്. സൈക്കിളിൽ ഓട്ടുമ്പോഴും പ്രശ്നമാണ്. ഞാൻ ഇപ്പോൾ റബ്ബർ വെട്ടാൻ പോവുമായിരുന്നു. അപ്പോൾ വെള്ളം കൊണ്ടാണ് പോകുന്നത്. ഇന്ന് അപ്പോൾ അവിടെ ഒരു വീട്ടിൽ നിന്ന് കയറി വെള്ളം എടുക്കാമെന്ന് വിചാരിച്ചാൽ പണിക്കിടയിൽ ഇറങ്ങി പോകുന്നതാ. പണിക്ക് ഇറങ്ങി പോവാ. 10 മണിയാകുമ്പോഴത്തെ വീട്ടിൽ പോരും, അല്ല ഒക്കത്തില്ല, അത്ര ചൂടാ. 10 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെട്ടൊന്നും നടക്കില്ല. അയ്യോ, ഒന്നും നോക്കൂല. ഭയങ്കര ചൂടെന്ന് പറയാം, ഭയങ്കര ചൂട്. വെള്ളം വേറെ വീട്ടിൽ പോയാണോ എടുക്കാൻ പോകുന്നത്? അവിടെ ഒരു വീട്ടിൽ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഇന്ന് ഇപ്പം താമസിച്ച് പോകാനും കൊണ്ട്. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു 10-10:30 ആയി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി നടക്കാൻ ഒക്കില്ല നമുക്ക്, അത്ര ചൂടാണ്. എത്ര വെള്ളം കുടിക്കും? വെള്ളം ദാഹിക്കും വെള്ളം. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഉള്ളൂ കുപ്പി വെള്ളം കൊണ്ടുപോയിട്ടാ. മറ്റേ വെള്ളം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും വെട്ടാൻ പോകുമ്പോഴേ. നമ്മുടെ പണിക്കും പ്രശ്നമായി. പണിക്കും 10 മണി 10-10:30 ആയി കഴിഞ്ഞാൽ പിന്നെ റബ്ബർ വെട്ടാൻ പോകാണ്ട് പിന്നെ അപ്പോഴത്തെ പിന്നെ വെട്ടാനും ഒക്കില്ല, നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. എത്ര മരം വെട്ടും ഒരു ദിവസം? 250 മരം വെട്ടും. 250 മരം ഈ ചൂട് ഉറക്കുന്നതിന് മുമ്പ് വെട്ടിത്തീരണം. രാവിലെ വെളുപ്പിനെ പോകും. പിന്നെ ഇവിടെ ഈ പന്നിയുടെ ഒക്കെ പ്രശ്നം വേണ്ടി ഇപ്പം നേരം വെളുത്തേ പോകത്തുള്ളൂ. ചൂട് കൂടുന്നതിന് മുമ്പ് പണി തീർത്ത് സൈക്കിളിൽ വീട്ടിൽ പോരും അങ്ങനെ എന്നും. ഓക്കെ. ഈ ചൂടത്ത് കൃഷിപ്പണി നടക്കുമോ? അതികഠിനമായ ചൂടല്ലേ, അതികഠിനമായ ചൂടാണ്. പക്ഷേ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തില്ല, ഇത് കണ്ടില്ല, ഇപ്പം തന്നെ ഇത് പടന്ന് നാശമായി കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ ശരിയായ രീതി വിട്ടില്ലേ വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ചൂടൊത്ത് ചെയ്യുന്നത്. കാര്യം സമയത്ത് കൃഷി എന്ന് പറയുന്നത് അതിൻ്റെ സമയത്ത് ചെയ്യണം, അല്ലെന്നൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിൽ അങ്ങോട്ട് മൂക്കും. ഒരു തരത്തിലും ഇറങ്ങാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവാത്ത സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വെള്ളത്തിന് എന്ത് കൊടുക്കും ഇവിടെ കൃഷിക്ക്? കണ്ടെത്തിന്നേ മോട്ടോർ വെച്ചിട്ടുണ്ട്, ചെറിയ പമ്പ്. ആ പമ്പ് സെറ്റ് ഉണ്ട്, കണ്ടോ, പൈപ്പ് ഇവിടെ കിടപ്പുണ്ട്. ആ പൈപ്പ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. മോനേടാ, വെള്ളം കൊണ്ടുവരുന്നുണ്ടോ കുടിക്കാൻ? പിന്നെ ആ വണ്ടിയെ തന്നെ കിടപ്പുണ്ട്, കുർബാനയിൽ തന്നെ കിടപ്പുണ്ട് വെള്ളം. എപ്പോൾ പെട്ട സമയം വെള്ളം കൊണ്ട് നടക്കും. വെള്ളം ഇല്ലാതെ ഒരു രക്ഷയില്ല, അല്ലെങ്കിൽ നമ്മൾ കറങ്ങി തറയിൽ പോവും. രാവിലെ എത്ര മണിക്ക് ഇറങ്ങിയിട്ട് എത്ര മണിയാകുമ്പോൾ കയറും ഇവിടെ നിന്ന്? ഒരു 6 മണിയാകുമ്പോൾ ഇറങ്ങും, എന്നിട്ടൊരു 11 മണിക്ക് മുമ്പ് കയറും. പിന്നെ പശു ഉള്ളതുകൊണ്ട് അങ്ങ് കയറിയിരിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ പരമാവധി വെയിലുള്ളായിരിക്കും. പിന്നെ ഈ തോർത്ത് ഇച്ചിരി കഴിയുമ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് കെട്ടും, മനസ്സിലായോ? പിന്നെ തോർത്തൊക്കെ തലയിൽ കെട്ടും, ഇല്ലേ ഉഷ്ണതരംഗം ഉണ്ടാവും. പിന്നെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിഷുവിന് ഒരൊറ്റ പെയ്ത്തോടുകൂടി 6 ഇരുകരയൊത്തായിരുന്നു. അക്കരെ കൊടുന്തറ അമ്പലത്തിൽ ഉത്സവത്തിന് പോയ ഞങ്ങൾ പിന്നെ വള്ളത്തെ നയമ്പ് വെച്ചുള്ള വള്ളത്തിൽ കയറേണ്ടി, അങ്ങനെ അല്ല ഊന്നിക്കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായ കേരളത്തിലാണ് ഇപ്പോൾ ഈ സ്ഥിതി. കാലാവസ്ഥ മാറിയല്ല, മനുഷ്യൻ മാറിയത് കൊണ്ടാണ്. ഉള്ള കുന്നും മലയെല്ലാം ഇടിച്ചതും നശിപ്പിച്ച് നാരായണക്കല്ലും വെച്ച് ഉള്ള കെട്ടിടങ്ങളും വെച്ച് കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ ഉദ്വേഗം മാറി. ഈ പാലക്കാടൊന്നും പണ്ടുകാലത്തായ പാലക്കാടല്ലായിരുന്നല്ലോ, ഇപ്പോഴല്ലേ ഈ ചൂട് മൊത്തം വന്നേ. ആണോ? അത് കൃഷിയെ ബാധിച്ചു.
എനിക്കെല്ലാം സമീകൃത കൃഷി. എൻ്റെ കൃഷി രീതിയെക്കുറിച്ച് ദൂരദർശൻ കൃഷി ദർശനകത്ത് പീക്ക് ടൈമിലുണ്ടായിരുന്നു 2014. പിന്നെ പലതവണ അവർ ആവർത്തിച്ചിട്ടുണ്ട്. അത് യാതൊരുവിധ മറ്റേ എല്ലാവരും പറയുന്നില്ലല്ലോ, യാതൊരു അത് ഗോമൂത്രവും അതിൻ്റെ കാര്യങ്ങളുമായി കൊണ്ടുവരുന്നത്. അതുമാത്രം ചാണകവും ഗോമൂത്രവും. അയ്യോ ബാധിച്ചെന്നോ ഈ കൃഷിക്കാരെ എന്നല്ല എൻ്റെ 3.5 ലിറ്റർ പാലാണ് ഒരു പശുവിന് കുറച്ച്. 3.5 ലിറ്റർ പാല്. ഇപ്പോൾ അതുകൊണ്ട് സൊസൈറ്റി കൊണ്ടുപോകാൻ പാലില്ല. അതുകൊണ്ട് അല്ലേ ഇച്ചിരൂടെ കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റൂ. ഈ പാൽ കൊണ്ട് കൊടുത്തേച്ച് വന്നേ പറ്റൂ. ഇപ്പോൾ അത് പറ്റത്തില്ല, ഒരു നിവൃത്തിയില്ല, പാലില്ല. ഇതിങ്ങളിങ്ങനെ വായിക്കൂടെ നൊരയും പതയുമാണ് പോകുന്നത്. പിന്നെ ഞാൻ ഈ പരമാവധി റബ്ബറിനകത്തൊക്കെ കെട്ടി കുറച്ചങ്ങ് ഇത് ചെയ്യുന്നുണ്ട് ഉണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇപ്പം തന്നെ കണ്ടില്ലേ വേർത്ത് കുളിച്ചിപ്പം ഇച്ചിരി കഴിയുമ്പോൾ നമുക്കങ്ങ് വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ. പിന്നെ ഇതുപോലെ തോർത്തൊക്കെ തലയെ കെട്ടി പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അതാണ് അതിനകത്ത് ഒരു പ്രശ്നം.